മുഖത്തിന് പക്ഷെ തല കുറച്ച് പൊക്കി ഈ റഹീം പറയുന്നതൊന്ന് കേൾക്കണേ. വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് മനസ്സിലാക്കും അത് ദേഷ്യത്തിലാണ്. ഏത് ഭാഷ ആയാലും തുപ്പിയ സമയത്ത് കൈവീശാണ് മുഖത്തിന്, പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഓപ്പറേഷൻ. കഴുത്തിലാണ് അടി കൊണ്ടത്. കണ്ടോ, അടിക്കുവാണ് ചെയ്തത്. അവൻ തന്നെ പറയുവാണ് അടിക്കുക ചെയ്തത് എന്ന്. അല്ലാതെ തടഞ്ഞതല്ല, തുപ്പിയപ്പോൾ തടഞ്ഞതല്ല, തടുത്തതല്ല. ഇത് തന്നെയാണ് കോടതിയിലും സമർത്ഥിക്കപ്പെട്ടത്. കണ്ടില്ലേ? ചെയ്ത ഒരു ഉണ്ടായിരുന്നു മുഖത്ത് തുപ്പിയപ്പോൾ മുഖത്തിന്, പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു. മുഖത്ത് തുപ്പിയപ്പോൾ നമ്മൾ തടുത്തതാണ്. മുഖത്തോട്ട് അടിയാവും, തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ രണ്ടാമത് ആ യൂട്യൂബർ ഉണ്ടല്ലോ, അയാള് തിരുത്തി കൊടുക്കുവാണ്. കാരണം ഇവരുമായിട്ട് അനുഭാവമുള്ള ആളുകളാണല്ലോ ഈ ഇരിക്കുന്നതെല്ലാം. തടുത്തതാണ് എന്ന് റഹീം പറഞ്ഞത് അടിച്ചതാണെന്നും യൂട്യൂബർ അതിനെ തടുത്തതാണെന്നും ആക്കി മാറ്റുവാണ്. നമുക്ക് മനസ്സിലായി കാക്ക എല്ലാം. അവൻ എന്ത് ചിരിച്ച് ലാഘവത്തോടു കൂടിയാണ് ആ കുട്ടിയെ തല്ലിക്കൊന്ന കഥ പറയുന്നതെന്നോ നോക്കിക്കേ. ഈ വീര പരിവേഷം നൽകുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട ശേഷം അവനെ ഹോസ്പിറ്റലിലോട്ടും എന്നെ ജയിലിലോട്ടും പിന്നെ കോടതിയായിട്ട് പിന്നെ അവിടുന്ന് തർജ്ജമ ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷകളൊന്നും അറിയില്ല. മരണപ്പെട്ട കുടുംബം അവർ വേറെ രീതിയിൽ വധശിക്ഷയാണ് അവർ ആവശ്യപ്പെട്ടത്. മരണത്തിന് തുല്യനീതി വേണമെന്ന് പറഞ്ഞിട്ട്. ശരി, ഇനി ഇതിൽ വന്ന കമന്റുകൾ കൂടി ഒന്ന് നോക്കിക്കേ. ന്യൂ ഹീറോ, ഇത് തന്നെയാണ് നമ്മളും പറയുന്നതേ. ആ കുട്ടിയെ അടിക്കാനാണോ മുഖത്തേക്ക് കൈവീശിയത്? സൗദിയിലെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെ മാധ്യമങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ നിന്നുകൊടുക്കാണോ സഹോദര? മാധ്യമങ്ങൾക്ക് താങ്കൾക്ക് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരിക്കില്ല. അറിയുന്ന ആരോടെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടോ. റഹീമിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുവാണ് ഇവരൊക്കെ. കാരണം ഇയാൾ വന്ന് സത്യം പറയുന്നല്ലോ, ആളുകൾക്ക് കാര്യം മനസ്സിലായി പോകുന്നല്ലോ. തിരിച്ചു വന്നതിൽ സന്തോഷം, പക്ഷെ അദ്ദേഹം ചെയ്ത തെറ്റ് ഗ്ലോറിഫൈ ചെയ്യരുത്. ഇതേ നമ്മളും പറയുന്നുള്ളൂ. നമ്മൾ പത്രങ്ങളിലെല്ലാം എന്താണ് അയാൾ ചെയ്ത കുറ്റം എന്ന് പല പ്രാവശ്യം മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം അറിഞ്ഞതാണ്. വീണ്ടും വീണ്ടും മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അതായത് റഹീം ഇവർക്കിപ്പോൾ ഹീറോ ആയി മാറിക്കഴിഞ്ഞെന്ന് മനസ്സിലായില്ലേ? കഴുത്തിൽ കൈ കൊണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയോ? കണ്ടപ്പോൾ എന്നാണ്, മരിച്ചുപോയോ കൊണ്ടപ്പോൾ? അപ്പോ ഇനി കൂടുതൽ നീ മെഴുകണ്ട. നീ കുറ്റക്കാരനല്ലാതെ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയില്ലല്ലോ. പടച്ചവന്റെ അനുഗ്രഹവും ജനങ്ങളുടെ പ്രാർത്ഥനയും സഹായവും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറ. സെലിബ്രിറ്റി ഒന്നുമല്ലല്ലോ. അതെ, ഓരോന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. നാളെ നിനക്ക് പാറയായിട്ട് വരുമെന്ന്. ശരി ഷിഹാബേ, കള്ളപ്പന്നി. റഹീമിന്റെ ഉമ്മയുടെ കരഞ്ഞ മുഖമാണ് കേരളം ഏറ്റെടുത്തത്. ഒരുമിച്ച് നിന്ന് വേണ്ട പണം നമ്മൾ സ്വരൂപിച്ച് നൽകി. എല്ലാം ശുഭമായി അവസാനിച്ചു. ഇനി അദ്ദേഹത്തിന് ഒരു അമാനുഷിക പരിവേഷം നൽകി ചാനലുകൾ പണം ഉണ്ടാക്കുന്നത് നിർത്തണം. അതിനുവേണ്ടി നമ്മുടെ സമയം കളയരുത്. ചാനലുകൾക്ക് നിന്നു കൊടുക്കരുത്. ഇനിയെങ്കിലും ഉമ്മയ്ക്കൊപ്പം സമാധാനത്തോടു കൂടി ജീവിക്കൂ, നുണയാകാതിരിക്കട്ടെ. ഇങ്ങനെയാണ് ചിലർ ഹീറോ ആകുന്നതും. കൂടെ ആളും പണവും ഉണ്ടെങ്കിൽ തെറ്റ് ശരിയാകും. കൂടെ ആരും ഇല്ലെങ്കിൽ കൊലപാതകി. പക്ഷെ ഒന്നുണ്ട്, ഇവന്റെ കൈ കൊണ്ടൊരു ജീവൻ പോയി എന്നതാണ് സത്യം. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു. ഒരു ചാനൽ ഇന്റർവ്യൂവിന് കൊടുക്കരുത്. ആഹാ, ഇവിടത്തെക്കാളും നല്ല ഫുഡാണെന്ന് തോന്നുന്നു അവിടെ. അതെ, മന്നെ രക്ഷിക്കാൻ കുറെ എണ്ണം വന്നിട്ടുണ്ട്. ഒരു പാവം കുട്ടിയെ കൊന്നതിന് അവിടെ ജയിലിൽ കിടന്നത് മറക്കരുത്. കള്ളപ്പന്നി. മാധ്യമങ്ങൾ ഇത്രയും തരം താഴരുത്. ഷോ കാണിക്കാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നാൽ ജീവിക്കും, ഇല്ലെങ്കിൽ കഥ മാറും. എന്തായാലും ആ കുട്ടിയെ കൊന്നതാണ്. ഇയാളുടെ ജീവൻ രക്ഷിക്കാനും ഒരുപാട് ചിലവും പ്രയത്നവും ആൾക്കാർ നടത്തി. ഇനി വീരപരിവേഷവും സിനിമ അഭിനയവും രാഷ്ട്രീയവും ആയി അങ്ങ് കഴിയാം. ശരിയാണല്ലോ, യൂട്യൂബർ ഇനി ഇവന്റെ വീട്ടിൽ കയറി ഇറങ്ങും. സംശയം എന്താ? ഓഹ്,
കൊലപാതകം തന്നെയാണ്. അത് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും. കൂടുതൽ ഇന്റർവ്യൂ കൊടുക്കാതെ ഒതുങ്ങി നാട്ടിൽ വല്ല പണിയും എടുത്ത് ജീവിക്കുക. അല്ലാതെ യൂട്യൂബ് ചാനൽ ഒന്നും ഉണ്ടാക്കി ജീവിക്കാൻ നോക്കണ്ട. നമ്മുടെ ലോറിക്കാരൻ മനാഫിനെ പോലെ ആയി പോകും കേട്ടോ. ജനം വെറുത്താൽ ഭാവിയിൽ വേറെ ആർക്കെങ്കിലും സഹായം വേണ്ടവർക്ക് ചെയ്യാൻ മടിക്കും. അതെ, ഒരു കുഞ്ഞിനെ കൊന്നതിനെ എത്ര ലാഘവത്തോടെയാണ് ഇവൻ പറയുന്നത്, ചിരിച്ചുകൊണ്ട്. കഷ്ടം. മാധ്യമങ്ങൾക്കാണ് കുറ്റം. കഴിഞ്ഞത് കഴിഞ്ഞു. മീഡിയയ്ക്ക് മുന്നിൽ വിളമ്പിയാൽ നിങ്ങൾക്ക് വിനയാകും. കൊച്ചിനെ കൊന്നു കോടീശ്വരനായ, അത്രയും മതി, അധികം കൊണയ്ക്കണ്ട. ആളുകൾക്ക് പ്രതിഷേധമുണ്ടെന്നേ. സഹോദര, സഹതപിച്ചിരുന്ന ആളുകളെ എല്ലാം മാറ്റി ചിന്തിപ്പിക്കാതിരുന്നാൽ കൊള്ളാം. മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഇരുത്തം കുറയ്ക്കുന്നതാണ് നല്ലത്. വിശ്വസിച്ചു. അയ്യോ പാവം തന്നെ. എന്തായാലും ഇപ്പോ ദൈവം രക്ഷിച്ചു. ഇയാളെ അടുപ്പക്കാർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. മീഡിയ ഇന്റർവ്യൂ കഴിവതും ഒഴിവാക്കാൻ. ഓവറാക്കി ഉള്ള വില എന്തേലും ഉണ്ടെങ്കിൽ കളയണ്ട. നീ പറയുന്നത് മുഴുവൻ കളവാണ്. കണ്ടോ? ട്രക്യോസ്റ്റമി എന്താണ് എന്ന അറിവില്ലാത്തവരുടെ അടുത്ത് ഈ കളവുകൾ ഫലിക്കും. പിൻ സീറ്റിൽ ഇരിക്കുന്ന കൊച്ചിന്റെ കഴുത്തിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന നിന്റെ കൈ സാധാരണഗതിയിൽ എത്തില്ല. അപ്പോൾ നീ മനഃപൂർവ്വം കഴുത്തിൽ പിടിച്ചു. ട്രക്യോസ്റ്റമി ട്യൂബ് ഊരിപ്പോയിട്ടല്ല ആ കുഞ്ഞു മരിച്ചിരിക്കുന്നത്. നീ ചെയ്തത് എന്താണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വധശിക്ഷ തന്നെ വിധിച്ചത്. ഭാഗ്യത്തിന് നിന്റെ ജീവൻ തിരിച്ചു കിട്ടി. വലിയ പുണ്യവാളൻ ചമയുകയൊന്നും വേണ്ട. കണ്ടോ? നിങ്ങൾ കഴിവതും ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക. എന്തോ നിങ്ങൾ പറയുന്നത് ആൾക്കാർക്ക് അത്ര വിശ്വസനീയമായി തോന്നിയില്ല. രക്ഷപ്പെട്ടു വന്നു എന്നത് തന്നെ ആശ്വാസം. അച്ചോടാ, കൈ കഴുത്തിൽ കൊണ്ടപ്പോഴേ കുഞ്ഞു മരിച്ചുപോയി. ഇന്റർവ്യൂ കൊടുക്കരുതെന്നാണ് എല്ലാരും പറയുന്നത്. ഇവൻ അടിച്ചു കൊന്നിട്ടേ ഇത് അപകടം വിളിച്ചു വരുത്തും. അതന്നെ നമ്മളും പറയുന്നത്. ഇന്ത്യൻ നീതി അല്ലല്ലോ അവിടെ. ഏറെ ത്യാഗം ചെയ്തും ഒരു ജോലി ചെയ്ത് പണമുണ്ടാക്കാനാണല്ലോ നമ്മൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാം സഹിക്കേണ്ടി വരും എല്ലാ വിദേശ ജോലിക്കാരും. ചാനലുകളിൽ വന്ന് ഇതെല്ലൊക്കെ പറ. കഴുത്തിൽ കൈതട്ടിയാൽ മരണപ്പെടുമോ എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നു. ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്? കൊല്ലപ്പെട്ടവന്റെ വീട്ടുകാർ പണം വാങ്ങി ഇവൻ രക്ഷപ്പെട്ടു എന്ന് കരുതി ഇവൻ കൊലയാളി അല്ലാതെ ആകുന്നില്ല, മനഃപൂർവ്വമല്ലെങ്കിലും. കണ്ടോ ഷെരീഫേ, നമ്മൾ പറയുന്നതും ഇത് തന്നെയാണ്. അവര് മനഃപൂർവ്വം ചെയ്താലും അല്ലെങ്കിലും ഒരു ജീവൻ എടുത്തതാ. ഇവനെ നിങ്ങൾ ഹീറോ ആയി കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നത്. കണ്ടോ? ഈ ഡാഷിനെ രക്ഷിക്കാൻ കോടികൾ, ബട്ട് നഷ്ടപ്പെട്ട ജീവനോ? ഇതാണ് ആ അസത്യം മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കാണ് യാത്ര. അവിടെ ആ കുഞ്ഞുമോനും സന്നിഹിതനാകും. അവിടെ കോടികൾക്കൊന്നും യാതൊരു കാര്യവുമില്ല. പരലോകത്തെ കുറിച്ചാ മതിയടാ വെളുപ്പിച്ചത്. ഞങ്ങളത് വിശ്വസിച്ചു. ഒരു കയ്യബദ്ധം പറ്റിയെന്ന് പറ. ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പന്നിയുടെ മോൻ. അപ്പോൾ ആ കുഞ്ഞിന്റെ സ്ഥിതി അറിയാത്തവനാണോ കഴുത്തിലടിച്ചത്? ഇവൻ ശരിക്കും മരണത്തിന് ഉത്തരവാദി ഇവൻ തന്നെയാണെന്ന് സമ്മതിച്ചതിന് തുല്യമല്ലേ ഇവന്റെ മൊഴി? ഇവനെയാണ് പൊക്കി നടക്കുന്നത് കുറച്ചു പേര്. വിസ്തരിച്ച് പറഞ്ഞാൽ വികൃതമാക്കി ചിത്രീകരിക്കപ്പെടും സഹോദര. അയ്യോ, മീഡിയയിൽ നിന്ന് മാറിപ്പോക്കളാൻ, ഒളിച്ചോടിക്കൊള്ളാൻ. ഇതിപ്പോ ഇയാള് പറയുന്നത് വിശ്വസിക്കാമെന്നതല്ലാതെ എന്ത് തെളിവാണുള്ളത്? അന്ധമായി ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ലക്ഷ്യം മനസ്സിലാകുന്നില്ല. പണം തന്നെ ലക്ഷ്യം, അല്ലാതെന്താ? എടാ റഹീമേ, ഇനിയും ഷോ വേണ്ട. ഇജ്ജ് മുണ്ടാതിരിക്കുക. ഇനിയും നടന്ന സംഭവം ഗ്ലോറിഫൈ ചെയ്താൽ ഉള്ള ജീവിതം കൂടി പോകും. നടന്ന കേസിൽ ഇനി ഫാഷൻ മോഡിഫിക്കേഷൻ വേണ്ട. ആരും വിശ്വസിക്കില്ല. പറ്റിയത് പറ്റി. ചെയ്ത കുറ്റം ഇന്നും എന്നും കുറ്റം തന്നെയാണ്, കുറ്റമാണ്. അത് സത്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഷോ ഡയലോഗ് വേണ്ട റഹീം. കുറ്റത്തിന്റെ ശിക്ഷ 20 വർഷം കിട്ടിയല്ലോ, പോരെ? ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, വളരെ സന്തോഷം. നമ്മൾ ഇത് തന്നെ പറയുന്നുള്ളൂ. ഇന്റർവ്യൂ എടുക്കുന്നവരെ എന്തിനാ ചീത്ത പറയുന്നേ?
ഇവനെന്തിനാ ഇന്റർവ്യൂവിന് പോയിരുന്നു കൊടുക്കുന്നത്? ഇവൻ കൊലപാതകയാണ്. ഇവനെ സെലിബ്രിറ്റി ആക്കരുതെന്നേ സോഷ്യൽ മീഡിയയോട് പറയാനുള്ളൂ. അറബ് രാജ്യം ഇവൻ കൊന്നതുകൊണ്ടാണ് അവിടത്തെ ഭരണകൂടവും കോടതിയും ഇവനെ ജയിലിൽ അടച്ചത്. പിന്നെ ഏതൊരു കൊലപാതകയ്ക്കും പറയാൻ ന്യായം കാണും. അത് കേൾപ്പിക്കേണ്ട ആവശ്യം എന്തിന്? നിങ്ങൾ എന്തിന് കാണിക്കുന്നു? വേശ്യയുടെ കുംഭസാരം ലോകത്തെ നിയമം കർശനമാക്കി നടപ്പിലാക്കുന്ന ഒരു രാജ്യം ശിക്ഷ കൊടുത്തതാണ്. ബ്ലഡ് മണിയുടെ മിടുക്കിൽ ഊരി വന്ന് കോപ്പ് പറയുന്നു. ഈ രാജ്യത്തെ ശിക്ഷയെ നമ്മൾ അംഗീകരിക്കണം. ഇവനെ ഇമാതിരി പരിപാടികൾക്ക് വിളിച്ച് ജനങ്ങളെ മണ്ടനാക്കരുത്. ഒരു കൊലപാതകി, അതും ഒരു കുഞ്ഞിന്റെ കൊലയാളി. മലയാളി ആയതുകൊണ്ടോ ഞമ്മന്റെ ആളായതുകൊണ്ടോ? ഇത് തന്നെയാണ് ചോദ്യം. ഇതൊന്നും ഇവനോടൊന്നും പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യണ്ടാന്ന്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്റ്റാർ ആകണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ശരി, എന്തായിരുന്നാലും ഇങ്ങനെ എല്ലാവരും നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്നത് വളരെ സന്തോഷം. ഓക്കെ.